ഗുഡ് മോർണിംഗ് LGS PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആര്? KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആര്? KM പണിക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ഏതിലായിരുന്നു? തീവ്രവാദി നേതാക്കളിൽ ഒരാളാണ്. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലികാവകാശങ്ങൾ. കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കൈസർ-ഇ-ഹിന്ദ് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണം അല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? സൗമൻ സെൻ.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? സൗമൻ സെൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി.പി. മേനോൻ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി.പി. മേനോൻ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത്? പോണ്ടിച്ചേരി. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേരെന്താ? പ്രഗ്യാൻ. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. കറക്റ്റാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. പ്രസ്താവന 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്? എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അത് കറക്റ്റാണ്. തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരം. തെറ്റാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ശരിയാണ്. 2 മാത്രമാണ് തെറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. കറക്റ്റാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. അതും കറക്റ്റാണ്. 3-മത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണോ? അല്ല, ദേശീയ ഗാനമാണ് അല്ലേ. അപ്പൊ ഗീതം ജനഗണമന. 3-മത്തത് തെറ്റാണ്. ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീ തീരത്താണ്. കറക്റ്റാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ എവിടെയാണ്? ഹൂഗ്ലി നദീതീരത്താണ്. അപ്പോൾ എന്താണ്? നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 3ഉം ശരിയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക്? ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്.
കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം അല്ലേ? തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. 1ഉം 3ഉം ആണ് കറക്റ്റായ ആൻസർ. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. അപ്പോൾ പ്രസ്താവന രണ്ടാമത്തെയാണ് എന്ത്? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അത് ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അപ്പൊ ഏതൊക്കെയാണ് ആൻസർ? 1ഉം 3ഉം ശരിയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് കറക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ. തെറ്റാണ്. അപ്പോൾ ശരിയല്ലാത്ത ആൻസർ ഏതാണ്? രണ്ടാമത്തെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? പൂക്കോട്ട് കായൽ. അതും കറക്റ്റാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. ശരിയല്ലാത്തത് 2. ഓപ്ഷൻ 2 മാത്രം വരുന്നതാണ് ആൻസർ. ഓപ്ഷൻ 2 മാത്രം ഇതിൽ ഏതാ വരുന്നത്? ബി ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആണ്. 2 മാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലല്ല. യൂണിവേഴ്സിറ്റി LGSന് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓപ്ഷൻസ് കാണിക്കുന്നില്ല എല്ലാ ക്വസ്റ്റ്യനിലും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. അത് തെറ്റാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. അത് കറക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. അപ്പോൾ ഓപ്ഷൻ 2ഉം 3ഉം വരുന്നത് ഏതാണ്? അത് മാത്രമാണ് എന്തുള്ളൂ? കറക്റ്റ് ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2ഉം 3ഉം ശരിയാണ്. ശരിയായി യോജിപ്പിച്ച ജോഡികൾ കണ്ടെത്തുക. പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. അത് കറക്റ്റാണ്. ശരിയായതാണ് നോക്കേണ്ടത്. പൂച്ചയുടെ എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്. നായ കാനിസ് ഫെമിലിയാരിസ് ആണ്. അപ്പോൾ അത് തെറ്റാണ്. കാനിസ് ഡൊമസ്റ്റിക്കസ് തെറ്റാണ്. കാക്ക കോർവസ് പ്ലെൻഡൈൻസ്. അതും ശരിയാണ്. കാക്കി എന്താണ്? കോർവസ് പ്ലെൻഡൈൻസ്. മയിൽ എന്താ? പാവോ ക്രിസ്റ്റാറ്റസ് അല്ലേ? അപ്പോൾ അത് കോർവ എന്നാണ്. അതും തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻസ് 1ഉം 3ഉം വരുന്നതാണ് എന്ത്? കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിന തീമാണ്? 2023 തീം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അമൃതം ആരോഗ്യം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരം. തെറ്റാണ്. അഴീക്കൽ എന്താണ്? കണ്ണൂരാണ്. പൊന്നാനി മലപ്പുറം. കായംകുളം എറണാകുളം. തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ 2ഉം 3ഉം ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായത്? അഴീക്കൽ കണ്ണൂരും പൊന്നാനി മലപ്പുറം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിലെ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. അത് ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. പ്രസ്താവന 2ഉം ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ 3ഉം ശരിയാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ജലവൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് എന്ത്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്നതല്ലേ? ചിക്കൻ ബോക്സ് കോളറ അല്ല. കോളറ ചിക്കൻ ഗുനിയോ അല്ല. മന്ത് ചിക്കൻ ഗുനിയും വായുവിലൂടെ പകരുന്നതല്ല. ക്ഷയവും ചിക്കൻ ബോക്സും ആണ്. തന്നിരിക്കുന്നതിൽ ഏതാണ്? ക്ഷയവും ചിക്കൻ ബോക്സും ആണ് എന്ത്? വായുവിലൂടെ പകരുന്നത്.
സീറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത്? സീറോഫ്താൽമിയ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം. അത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ 2ഉം 3ഉം തെറ്റാണ്. ചിമ്മിനി പാലക്കാടല്ല, ചൂടന്നൂർ തൃശ്ശൂരും അല്ല. അപ്പോൾ തന്നിരിക്കുന്നതിൽ എന്താ? കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് കറക്റ്റായ ആൻസർ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. അത് ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തെ നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത് എങ്ങനെയാണ്? ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ്. അതും ശരിയാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലല്ല. അപ്പോൾ ഓപ്ഷൻ പ്രസ്താവന 3ആണ് തെറ്റായത്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ശരിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. കറക്റ്റാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. അതാണ് തെറ്റ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. അത് കറക്റ്റാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കണ്ണ്. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് K വസന്തൻ. കറക്റ്റാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിന് ലഭിച്ചു. തെറ്റായ പ്രസ്താവന ഏതാണ്? 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷ് മീശ എന്ന രചനയ്ക്കാണ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ആദ്യത്തെ പ്രസ്താവന എന്താണ്? ശരിയായതാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻകുമാറാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ശരിയാണ്. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് എത്രയാണ്? 615 കോടി രൂപ. അതും ശരിയാണ്. ആൻസർ അപ്പോൾ ഏതാണ്? 1ഉം 3ഉം 4ഉം ശരിയാണ്. പ്രസ്താവനകൾ 1ഉം 3ഉം 4ഉം ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28. കേരളത്തിന്റെ തനതായ നൃത്തരൂപം ഏത്? മോഹിനിയാട്ടം. കേരളത്തിന്റെ തനതായ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടം.
അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? മാക്സിം ഗോർക്കി. അമ്മ എന്ന നോവൽ ആരെഴുതിയത്? മാക്സിം ഗോർക്കി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത്? എലിപ്പനി. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? എലിപ്പനി. എയ്ഡ്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇത് മൂന്നും എന്താണ്? വൈറസ് രോഗങ്ങളാണ്. എയ്ഡ്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ വൈറസ് രോഗങ്ങളാണ്. എലിപ്പനി എന്താണ്? വൈറസ് രോഗമല്ല. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? രുചിര കംബോജ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? രുചിര കംബോജ്. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ലോക്പാൽ. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് എന്ത്? ലോക്പാൽ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മലേറിയ. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മലേറിയ. ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് അല്ലെങ്കിൽ DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണെന്ത്? സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ദക്ഷിണാഫ്രിക്ക. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് ഏതാണ്? നെഫ്രൈറ്റിസ്. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് ഏതാണ്? നെഫ്രൈറ്റിസ്. എംഫൈസിമ, ആസ്മ, ബ്രോങ്കൈറ്റിസ് മൂന്നും എന്താണ്? ശ്വാസകോശ രോഗങ്ങളാണ്. എംഫൈസിമ, ആസ്മ, ബ്രോങ്കൈറ്റിസ് മൂന്നും എന്താണ്? ശ്വാസകോശ രോഗങ്ങളാണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. എലിപ്പനി ഫംഗസ് അല്ല. ക്ഷയരോഗം ബാക്ടീരിയയാണ്. വട്ടച്ചെറി പ്രോട്ടോസോവ തെറ്റാണ്. നിപ്പ വൈറസ്. അപ്പം ഓപ്ഷൻ 2ഉം 4ഉം ആണ് എന്ത്? ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? കീലസന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയ. സങ്കരീനം തക്കാളി അല്ലാത്തത്? ഹരിത. സങ്കരീനം തക്കാളി അല്ലാത്തത് ഏതാണ്? ഹരിത. അക്ഷയ, അനഘ, മുക്തി ഇത് മൂന്നും എന്താ? തക്കാളിയുടെ സങ്കരീനങ്ങളാണ്. അക്ഷയ, അനഘ, മുക്തി തക്കാളിയുടെ സങ്കര ഇനമാണ്. ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റാണ് ന്യൂട്ടൺ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ 14. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ട് ആകുന്നു? 746 വാട്ട്. ഒരു കുതിരശക്തി എന്നത് 746 വാട്ട്.
ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? വി നാരായണൻ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? വി നാരായണൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ. ലാൻഡറിന്റെ പേരാണ് എന്ത്? വിക്രം. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ 4 ഡയോപ്റ്റർ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ.